യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ചർച്ചകൾക്കിടയിലും ക്രിമിയയുടെ പദവിയെ ചൊല്ലി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും വർദ്ധിക്കുകയാണ്. ഇതോടെ ദീർഘകാലമായി നിലനിൽക്കുന്നതും ആഴത്തിൽ വിവാദവുമായ ക്രിമിയ വിഷയം വീണ്ടും കേന്ദ്രബിന്ദുവായിരിക്കുകയാണ്. ബ്രിട്ടനിൽ നടന്ന നിരവധി പിരിമുറുക്കമുള്ള നയതന്ത്ര ഇടപെടലുകൾക്കിടയിലാണ് തർക്കം മൂർച്ഛിച്ചത്. ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യക്ക് അനുകൂലമായാണ് നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത്. എന്നാൽ 2014 റഷ്യ പിടിച്ചെടുത്ത ക്രിമിയ യുക്രൈനിന്റെ ഭാഗമായിരിക്കുന്നുവെന്നും അത് തങ്ങളുടെ ഭാഗമായി തുടരുമെന്നും സെലൻസ്കി ശക്തമായി തന്നെ വാദിച്ചു. കൂടാതെ ഇവിടെ സംസാരിക്കാൻ ഒന്നുമില്ല, ഇത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. പ്രാദേശിക സമഗ്രതയെക്കുറിച്ചുള്ള യുക്രൈനിന്റെ ഉറച്ച നിലപാട് തന്നെയായിരുന്നു ഇതെന്നായിരുന്നു സെലൻസ്കിയുടെ വാദം. മറുവശത്ത് സമാധാന ചർച്ചകളിൽ ക്രിമിയയുടെ പ്രസക്തിയെ ട്രംപ് തള്ളിക്കളഞ്ഞു. ക്രിമിയ വർഷങ്ങൾക്ക് മുൻപ് യുക്രൈന് നഷ്ടപ്പെട്ട ഇടമാണ്, അതിപ്പോൾ ഒരു ചർച്ചാ വിഷയം പോലുമല്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ക്രിമിയയുടെ പ്രാധാന്യം അതിന്റെ ചരിത്രത്തിലും തന്ത്രപരമായ ഭൂമിശാസ്ത്രത്തിലുമാണ് വേരൂന്നിരിക്കുന്നത്. കരിങ്കടൽ ഉപദ്വീപായ ഇത് വളരെ കാലമായി റഷ്യക്കും യുക്രൈനും ഒരുപോലെ വിലപ്പെട്ട ആസ്തിയാണ്. 18-ാം നൂറ്റാണ്ടിൽ റഷ്യൻ സാമ്രാജ്യം ആദ്യമായി പിടിച്ചെടുത്ത ഇവിടെ നൂറ്റാണ്ടുകളായി ജനസംഖ്യാപരവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ ഗണ്യമായി ഉണ്ടായിട്ടുണ്ട്. 1954 റഷ്യയുടെയും യുക്രൈന്റെയും ഏകീകരണത്തിന്റെ 300-ാം വാർഷികം ആഘോഷിക്കുന്നതിനായി സോവിയറ്റ് നേതാവ് നികിത ക്രൂഷ്ചേവ് ക്രിമിയയെ റഷ്യയിൽ നിന്ന് യുക്രൈനിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ അക്കാലത്ത് യുക്രൈനും സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ സ്വാഭാവികമായും ക്രിമിയ അന്ന് സ്വതന്ത്രമായ യുക്രൈനിന്റെ ഭാഗമായി മാറി. യുക്രൈനിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ക്രിമിയയ്ക്ക് വളരെയധികം തന്ത്രപരവും സുരക്ഷാപരവുമായ മൂല്യമുണ്ട്. കരിങ്കടലിലെ സമുദ്ര പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം സാധ്യമാക്കുന്ന ഇത് 6 പതിറ്റാണ്ടുകളായി യുക്രൈനിന്റെ ദേശീയ സ്വത്വത്തിന്റെ അവിഭാജ്യ ഘടകമായാണ് നിലകൊള്ളുന്നത്. 1991 മുതൽ 2014 വരെ യുക്രൈൻ ഏകദേശം $100 ബില്യൺ ഈ ദ്വീപിൽ നിക്ഷേപിച്ചതായി യുക്രൈനിന്റെ മുൻ പ്രസിഡന്റ് ലിയോണിഡ് ക്രാവ്ചുക് ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും സെവാസ്റ്റോപോളിൽ ആസ്ഥാനമായുള്ള കരിങ്കടൽ കപ്പലിലൂടെ റഷ്യ അവിടെ തങ്ങളുടെ സാന്നിധ്യം നിലനിർത്തി പോന്നിരുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തിന് ആഴത്തിലുള്ള സൈനികപരമായ പ്രാധാന്യമുണ്ട്. 2014 അധിനിവേശത്തിനു ശേഷം ക്രിംനാഷ് അല്ലെങ്കിൽ ക്രിമിയ നമ്മുടേതാണ് എന്നത് റഷ്യയിലുടനീളം ഒരു ദേശസ്നേഹ മുദ്രാവാക്യമായി മാറിയിരുന്നു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉപദ്വീപിനെ ഒരു പുണ്യസ്ഥലമെന്നാണ് വിശേഷിപ്പിച്ചത്. ഈ നീക്കം അദ്ദേഹത്തിന്റെ അംഗീകാര റേറ്റിംഗ് 2014 തുടക്കത്തിൽ 65% നിന്ന് വർഷത്തിന്റെ മധ്യത്തോടെ 86% ഉയർത്തിയെന്ന് ലെവാഡ സെൻട്രലിൽ നിന്നുള്ള വോട്ടെടുപ്പ് പറയുന്നുണ്ട്. 2014 ക്രിമിയ പിടിച്ചടക്കിയത് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ ബന്ധം വഷളാകുന്നതിലേക്ക് നയിച്ച ഒരു വഴിത്തിരിവായി മാറിയിരുന്നു. അത് 2022 യുക്രൈനിലേക്കുള്ള റഷ്യയുടെ പൂർണ്ണമായ അധിനിവേശത്തിലേക്ക് കാര്യങ്ങൾ മാറി. ക്രിമിയയിലേക്ക് റഷ്യ എത്തിയതോടെ കിഴക്കൻ യുക്രൈനിൽ പോരാട്ടം പൊട്ടിപ്പുറപ്പെട്ടു. അവിടെ റഷ്യൻ അനുകൂല സായുധ സംഘങ്ങൾ യുക്രൈനിയൻ സേനയുമായി ഏറ്റുമുട്ടി. 2022 മുതൽ ക്രിമിയ റഷ്യയുടെ സൈനിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദുവാണ്. മിസൈൽ ആക്രമണങ്ങൾക്കുള്ള ഒരു ലോഞ്ച് പാഡായും യുക്രൈനിയൻ നഗരങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വിമാന സർവീസുകൾക്കുള്ള താവളമായും റഷ്യ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഡൊനെറ്റ്സ്ക്, ലുഹാൻസ്ക്, സപ്പോരിഷ്യ, ഖേഴ്സൺ മേഖലകളിലൂടെ ഒരു കര ഇടനാഴി ഉറപ്പാക്കാൻ റഷ്യൻ സൈന്യം ഈ ഉപദ്വീപ് ഉപയോഗിച്ചു. യുക്രൈനിയൻ കരിങ്കടൽ തുറമുഖങ്ങളുടെ ഉപരോധത്തിനും ക്രിമിയ സൗകര്യമൊരുക്കുന്നുണ്ട്. ഇത് മേഖലയിലെ റഷ്യയുടെ തന്ത്രപരമായ സ്ഥാനം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ക്രിമിയയിലെ പ്രധാന റഷ്യൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് യുക്രൈൻ ഇതിൽ അവകാശം തേടുന്നത്. റഷ്യൻ കരിങ്കടൽ കപ്പൽപ്പട, വെടിമരുന്ന് ഡിപ്പോകൾ, ഉപദ്വീപിലെ റഷ്യയുടെ നിയന്ത്രണത്തിന്റെ പ്രതീകമായ കെർച്ച് പാലം എന്നിവയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഈ ആക്രമണങ്ങളിൽ ഉൾപ്പെടുന്നു. യുക്രൈനിന്റെ ഉന്നത സൈനിക നേതൃത്വം ക്രിമിയയുടെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട്. 2022 യുക്രൈനിന്റെ കമാൻഡർ ഇൻ ചീഫായിരുന്ന വലേരി സെലഷ്നി റഷ്യയുടെ യുദ്ധശ്രമത്തിലെ ഒരു പ്രധാന ഘടകമെന്ന് ക്രിമിയയെ വിശേഷിപ്പിച്ചതായി ഡച്ച് വെല്ലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അധികാരത്തിലേറിയ പാടെ റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കുമെന്ന് വാദിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിരിമുറുക്കം കുറയ്ക്കുന്നതിലേക്ക് നീങ്ങിയെങ്കിലും അദ്ദേഹം റഷ്യക്കൊപ്പം നിന്ന് വെടിനിർത്തൽ അംഗീകരിക്കാൻ യുക്രൈൻമേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. റഷ്യയുടെ ക്രിമിയ പിടിച്ചടക്കൽ അംഗീകരിക്കുമെന്നും യുക്രൈനിയൻ പ്രദേശത്തിന്റെ 20%-ലുള്ള റഷ്യൻ നിയന്ത്രണം അംഗീകരിക്കുമെന്നുമാണ് അമേരിക്കയുടെ തീരുമാനമെന്നാണ് പരിചയമുള്ള വൃത്തങ്ങൾ സൂചിപ്പിച്ചത്. ഇത് യുക്രൈനിന്റെ നാറ്റോയിൽ ചേരുന്നതിൽ നിന്ന് വിലക്കുകയും റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഈ നിർദ്ദേശം യുക്രൈനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ആശങ്കയുണ്ടാക്കിയിരുന്നു. സമ്മർദ്ദങ്ങൾക്കിടയിലും ക്രിമിയ വിട്ടുകൊടുക്കാൻ സെലൻസ്കി ഇപ്പോഴും തയ്യാറല്ല. എന്തായാലും ക്രിമിയയിൽ ആരംഭിച്ച യുദ്ധം ക്രിമിയയിൽ തന്നെ ഇനി എങ്ങനെ അവസാനിക്കുമെന്ന
ആശങ്കയിലാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴുള്ളത്.